ഇറാൻ നാവികസേന മേധാവി ഇന്ന് അമേരിക്കക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 മാസമാണ് ഇറാന് അവധി നൽകിയത്. അതിനിടയിൽ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറാകണം, അതല്ല എങ്കിൽ നരകത്തിന്റെ കവാടമായിരിക്കും തുറക്കപ്പെടുക എന്നാണ് ഭീഷണി സ്വരത്തിൽ ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ചർച്ചകൾക്കോ മറ്റോ ഇറാൻ തയ്യാറായില്ല. ഇങ്ങനെ ഒരു കത്ത് ഔദ്യോഗികമായി തന്നെ പരമോന്നത നേതാവിന് നൽകിയെങ്കിലും ആ കത്തിന് യാതൊരു പരിഗണനയും ഇറാൻ നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന ഒരു പ്രസ്താവനയിലൂടെയാണ് അതിന് മറുപടി നൽകിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നയതന്ത്രജ്ഞർ ഇന്നലെ ഒരു മീറ്റിംഗ് ചേർന്നിരിക്കുകയാണ്. ആ മീറ്റിംഗിൽ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് എന്ത് തീരുമാനമെടുക്കേണ്ടത് എന്നതാണ് ചർച്ചയായിട്ടുള്ളത്. എന്നാൽ ട്രംപിന്റെ ഈ പ്രസ്താവനക്ക് അതിശക്തമായ മറുപടിയാണ് ഇന്ന് ഇറാന്റെ നാവികസേനാ മേധാവി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ആ നരകത്തിന്റെ കവാടം തുറക്കപ്പെടുകയാണെങ്കിൽ ആ നരകത്തിന്റെ ആഴികളിലേക്കായിരിക്കും ഇസ്രയേലിനെ വലിച്ചെറിയുക എന്നാണ്. നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കുകയില്ല. ഇറാന് ലോകത്ത് ഒരു രാഷ്ട്രത്തിനുമില്ലാത്ത പ്രത്യേകതരം ആയുധങ്ങൾ ഉണ്ട് എന്നും അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴായിരിക്കും ഇറാൻ ഇതുവരെ പറഞ്ഞതൊന്നും വെറുതെ ആയിരുന്നില്ല എന്ന കാര്യം ശത്രുക്കൾക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം ചെയ്യാൻ അമേരിക്കയും ഇസ്രായേലും മുതിരരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഇറാന്റെ ആണവായുധം തന്നെയാണ്. റഷ്യയുടെ പ്രസിഡന്റ് പുടിനുമായുള്ള ചർച്ചയിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഒരിക്കലും ഇറാന് ഉണ്ടാകാൻ പാടില്ല. ആ കാര്യങ്ങളാണ് പുടിനുമായി ചർച്ച ചെയ്തിട്ടുള്ളത്. കാരണം ആണവായുധം എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇസ്രായേലിന് ഏത് ശക്തിയുണ്ടെങ്കിലും ഒരായുധം ഉപയോഗിച്ചാൽ ഇസ്രായേലിന്റെ കാര്യവും തീരും. അതായത് അങ്ങനെ ഒരു ആണവ യുദ്ധത്തിലേക്ക് നിൽക്കേണ്ട സാഹചര്യം വന്നാൽ ഒരു രാഷ്ട്രം അതിന്റെ അവസാന ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് ആണവായുധം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ആയുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയികൾ ഉണ്ടാവുകയില്ല എന്നതാണ് പ്രധാനം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലമായി ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം വെണ്ണീരായി മാറും എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെയും പ്രശ്നം. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് അമേരിക്കക്കും ഇസ്രായേലിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. നിലവിൽ ഇറാന് ആണവായുധം ഉണ്ടായിക്കഴിഞ്ഞാൽ, സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവായുധം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന്റെ അന്ത്യമായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം, ഇസ്രായേൽ ഏത് കാലത്തും ഈ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ എവിടെയെങ്കിലും ആണവ റിയാക്ടറുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സമയങ്ങളിൽ അത് ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈജിപ്തിൻ്റെതാണെങ്കിലും സിറിയയുടേതാണെങ്കിലും ഇറാഖിൻ്റെതാണെങ്കിലും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന എല്ലാ റിയാക്ടറുകളെയും ഇസ്രായേലിന്റെ പോർവിമാനങ്ങൾ ലക്ഷ്യം വെച്ച് തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു ശക്തിയായി കടന്നു വരാൻ പാടില്ല എന്ന ശക്തമായ തീരുമാനമാണ് അമേരിക്കക്കും ഇസ്രായേലിനും മുന്നിലുള്ളത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അത്തരം തലങ്ങളിലേക്ക് എത്തുന്നത് തടയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അമേരിക്കക്കും ഇസ്രായേലിനും അറിയാം. അതുകൊണ്ട് ഭീഷണിയിലൂടെ ഇറാനെ ഒതുക്കുക എന്നതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നയം. പക്ഷെ ആ ഭീഷണികളൊന്നും തന്നെ ഇറാന്റെ മുന്നിൽ വിലപ്പോകുന്നില്ല. ഇറാന്റെ പരമോന്നത നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭീഷണി കൊണ്ട് അമേരിക്കക്ക് ഇറാനിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമെന്നത് വ്യാമോഹം മാത്രമാണ്, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കും ഇസ്രായേലിനും മുന്നിൽ ഇപ്പോഴുള്ളത് സൈനിക നടപടി മാത്രമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കാം, ഇറാന് ആണവോർജം ഉൽപ്പാദിപ്പിക്കാം, പക്ഷെ അത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയില്ല എന്ന കർശനമായ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഇറാൻ ഒപ്പുവെക്കുക എന്നതാണ് അമേരിക്കയുടെ ആവശ്യം. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാൻ ഒരിക്കലും ഇനി ഇറാൻ തയ്യാറല്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക 2ാമത്തെ വിമാനവാഹിനി കപ്പലും റെഡ് സീയിലേക്ക്, ചെങ്കടലിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിശക്തമായ പടയൊരുക്കമാണ് ഇപ്പോൾ ചെങ്കടലിൽ അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അമേരിക്ക യമനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടികൾ ലക്ഷ്യം കാണാതെ നീങ്ങുകയാണ്. ധാരാളം മിസൈൽ ആക്രമണങ്ങൾ പല ലക്ഷ്യങ്ങൾക്ക് നേരെയും നടത്തുന്നുണ്ടെങ്കിലും ഹൂത്തികളുടെ സൈനിക കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ആയുധ ശേഖരങ്ങളോ തകർക്കാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കരയുദ്ധത്തെക്കുറിച്ചുള്ള സാധ്യതകളാണ് അമേരിക്ക അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. യമനിൽ കടൽ ഭാഗത്തു നിന്നും സൈനികരെ ഇറക്കി യമനിന്റെ ഹുദൈദ ഭാഗത്തേക്ക് കടത്തുക, സൈനിക നടപടി ഉണ്ടാക്കുക എന്നതാണ് അമേരിക്ക ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ അത് എത്രമാത്രം വിജയകരമാണ് എന്ന കാര്യം വ്യക്തമല്ല. അങ്ങനെ ഒരു കരയുദ്ധം നടന്നാൽ മാത്രമേ ഹൂത്തികളുടെ ഈ പ്രത്യാക്രമണങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇറാന് വലിയൊരു മുന്നറിയിപ്പ് അമേരിക്ക നൽകിയിരുന്നു. ഹൂത്തികള് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് അവസാനിപ്പിക്കണം. ഇനി ആക്രമണം നടത്തിയാൽ അത് ഇറാൻ ആക്രമിച്ചതായി പരിഗണിച്ച് ഇറാനെതിരെ ആക്രമിക്കുമെന്നായിരുന്നു. പക്ഷേ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം
അങ്ങനെയുള്ള ഒരു പ്രസ്താവനക്കും യാതൊരു പ്രസക്തിയുമില്ല. ഇന്നും ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഭീഷണിക്ക് മുന്നിലും ഈ ഹൂത്തികൾ വഴങ്ങിയിട്ടില്ല. അതേസമയം ഇറാൻ പറയുന്നു, ഞങ്ങളുമായി ഹൂത്തികൾ ബന്ധമില്ല, അവരവരുടെ ഇഷ്ടത്തിനാണ് ആക്രമിക്കുന്നത്, ഞങ്ങൾക്കത് തടയാൻ കഴിയുകയില്ല, ഞങ്ങളല്ല അത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് തടയാനും സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആക്രമിക്കുമ്പോഴും അമേരിക്കക്ക് മുന്നിൽ ഒരു മൗനം തന്നെയാണുള്ളത്. എന്നാൽ ഇറാന് നേരെ നടത്തിയ ഇത്തരത്തിലുള്ള വാണിംഗ് പോലും അത് ഉദ്ദേശിച്ച ഫലം ചെയ്യുന്നില്ല. ഈ ഭീഷണികൾക്കൊന്നും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഈ ഇറാന്റെ ഈ ആണവ പദ്ധതി അവസാനിപ്പിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദങ്ങളിലൂടെയോ അത് ഇല്ലാതാക്കാൻ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.